السلام عليكم ورحمة الله وبركاته. إذا أردت أن تسأل نفسك هل أنت مؤمن أو منافق, അതായത് നീ സ്വന്തമായിട്ട് നീ ഉദ്ദേശിക്കുന്നുണ്ടോ നീ മുനാഫിഖാണോ അതോ മുഅ്മിനാണോ, അതെങ്ങനെ അറിയാൻ പറ്റും? ഇസ്അൽ നഫ്സക അൻ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് നീ ഒന്ന് നിന്നോട് തന്നെ ചോദിച്ചു നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്. വൈൻ മിൻ അഹ്ലിഹ, നീ ആ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഫഅലം അന്നക മുഅ്മിൻ, തീർച്ചയായും നീ മനസ്സിലായിക്കോ നീ മുഅ്മിനായ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് വബൈനക വബൈനൽ ജന്നത ഇല്ലാ അൻ തമൂത്ത്, നീയും സ്വർഗവും തമ്മിലുള്ള അകൽച്ച നീ മരിക്കൽ മാത്രം, മരിച്ചാൽ സ്വർഗത്തിൽ പോകും. മുനാഫിക്കിന് മാത്രമാണ് ഫജ്ർ നമസ്കാരം ഇത്ര പ്രയാസം. എത്ര നേരത്തെ കിടന്നാലും എത്ര താമസിച്ച് കിടന്നാലും പള്ളിയിൽ അവനിക്ക് എത്താൻ സാധിക്കില്ല. തികച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഒരു മുനാഫിക്കിന് മാത്രമേ ഫജ്ർ നമസ്കാരത്തിൽ ജമാഅത്തായിട്ട് എത്താൻ പറ്റാണ്ടിക്കുള്ളൂ, അവൻ മുനാഫിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നീ ഇനി ആ വിഭാഗത്തിൽപ്പെട്ടവനല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചോ എന്നാണ് പറയും. ശ്രമിക്കണം, ഒരൊറ്റ വഴിയേ ഉള്ളൂ അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഫജ്റിന് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പള്ളിയിൽ പോവുക മാത്രം. നല്ല ഭയങ്കര ഒരു ഹാർട്ട് ടച്ച്, ഒരു മിനിറ്റായിട്ടേ ഉള്ളത്. ഇദാ അറദ്ത അൻ തസ്അൽ നഫ്സക ഹൽ അൻത മുഅ്മിൻ അം മുനാഫിഖ് ഔ മുഅ്മിൻ, മുഅ്മിനാണോ മുനാഫിഖാണോ എന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ നീ നിന്റെ സ്വന്തത്തോട് ചോദിക്കുക, ഇസ്അൽ നഫ്സക അൻ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. ജമാഅത്തിൻ്റെ കൂടെ മുഅ്മിനീങ്ങളുടെ കൂടെ നീ പള്ളിയിലുണ്ടോ അതോ പുതപ്പം പൊതിച്ച് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാണോ? അതാണ് അതിൻ്റെ ചുരുക്കം. എത്രയും പെട്ടെന്നായിരുന്നു ഇവാൻ അദ്ദേഹം ഉപദേശിക്കുകയാണ്. വൽ അയ്യാദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്.